Hey guys, this is Navin Capricious Namru Santi De Silva Mathankeri. Welcome to my Halle Vlogs. അപ്പോൾ ഞാനിന്ന് നേരെ പോകുന്നത് ബിന്നി ആൻഡ് നൂബിളിൻ്റെ വീട്ടിലേക്കാണ്, കോട്ടയം. സോ യാ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഞാൻ എത്രയും പെട്ടെന്ന് കോട്ടയത്ത് എത്താനായിട്ടുള്ള വഴി നോക്കട്ടെ. ഞാൻ വേഗം പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. This is my morning vlog. Hi. മമ്മീനെ കാണിച്ചു തരാം. ബിന്നി ചേച്ചിയുടെ മമ്മിയാന്ന് പറയത്തേ ഇല്ല. ശരിക്കും ചേച്ചിനെ പോലെ തന്നെയുണ്ട്. ചേച്ചി അനിയത്തി, സോറി അനിയത്തി മോളെ. അതെന്താ, ഞാനിപ്പോ ആദ്യം കിച്ചണിലേക്കാണ് ഗായ്സ് പോകുന്നത്. ഹായ്, ഇതെന്റെ പിറക്കാണ്ട് പോയ ചേട്ടൻ. എല്ലാരും ചൊല്ലി ചെന്നാൽ അങ്ങനെയാണ് ആ പാട്ട്. എനിക്കറിയാമല്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താണ് പറയാ, ഒരു നിധിയാണ് നൂബിൻ ചേട്ടൻ. പിന്നെ ബിന്നി അല്ല, ആസൻ അളിയൻ, മനസ്സിലായില്ലേ? എനിക്കിതുവരെ എന്റെ സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഗായ്സ്. അപ്പൊ പക്ഷെ എന്റെ പിറക്കാണ്ട് പോയ വിത്തൗട്ട് ഡെലിവറി സിസ്റ്ററാണ് ദേ ഇരിക്കുന്ന ബിന്നി. തീരെ ശരിയല്ലെങ്കിലും കിട്ടിയേക്കുന്ന ഹസ്ബൻഡ് അടിപൊളിയാ. എന്റെ ഫാൻസ് പൊങ്കാലിടും. കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, വല്ലിച്ചിട്ടില്ല. അപ്പൊ ഗായ്സ്, നമുക്ക് നൂബിൻ ചേട്ടനെ കണ്ടല്ലോ, ചേച്ചിനെ കണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടെ. എന്ത് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടല്ലോ? അതെ, ഒരുത്തിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ കാണിച്ചല്ല ഗായ്സ്, നോക്കട്ടെ. ഓക്കെ, അപ്പൊ ശരിക്കുള്ള കോലം കൂടി കാണിച്ചു കൊടുത്തോളൂ. അപ്പൊ ഇവര് ഏതൊരു ഉദ്ഘാടനത്തിന് പോവാണ്? അമൃതയുടെ വീട്ടിൽ എന്നെ കൂടി കൊണ്ടുപോവാ. അമൃതയുടെ വീട്ടില് ഒരു നല്ല കാര്യം നമ്മൾ നമ്മളായിട്ട് ചെലവാക്കുന്നത്. അവര് ഹസ്ബൻഡ് വൈഫ് എന്താന്ന് വെച്ചാൽ കാണിച്ചോടെ. ഗെറ്റ് റെഡി വിത്ത് മീ അല്ലാത്ത വിത്ത് മീ എന്താന്ന് വെച്ചാൽ കാണിച്ചോടെ. നമുക്ക് എന്താണെങ്കിലും കിച്ചണിൽ പോയിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്റെ ഫ്രണ്ട്സ് രണ്ടുപേരും മുഷിഞ്ഞോന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതെ, അതുലേ സുഖാണോടാ? ഫുഡ് കഴിച്ചോ? ഇഷ്ടപ്പെട്ടോ കോട്ടയം? ഓ, നിഷ്കളങ്കൻ. KP, wow, you look so gorgeous. ഇതിപ്പം എന്താ പറയാ, ഒരു ഫിലിമിലൊക്കെ അഭിനയിച്ച ആക്ട്രസ് ആട്ടോ. ഏത് ആയിരുന്നു? സിംഗപ്പൂരിലെ മെയിൻ ഡോക്ടറായിട്ട് ഗായ്സ്, അത് തന്നെ മസ്തിഷ്ക മരണം എന്ന് ആദ്യം പറഞ്ഞു പഠിക്കട്ടെ, അതിനുശേഷം നമുക്ക് സിനിമയെ പറ്റി ചോദിക്കാം. അപ്പൊ നമുക്ക് ആന്റി ഇവിടെ പണിയിലാണ്. ആസ് യൂഷ്വൽ ഞാൻ രാവിലെ വന്നതുപോലെ വീണ്ടും വന്നു. രാവിലത്തെ കഴിഞ്ഞു. പറയൂ, ബ്യൂട്ടി പാർലറിന്റെ അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാരും വരണം എന്ന് പറഞ്ഞേക്ക്. എല്ലാരും വരണം പ്ലീസ്, എല്ലാരും വരണം. ഞാൻ ബ്യൂട്ടി പാർലർ പ്രോഡക്റ്റ്. അതെ, ഒന്ന് കരഞ്ഞേക്ക്. ചിലപ്പോ അങ്ങനെയെങ്കിലും ആൾക്കാരൊരു പിന്നീട് വന്ന് എന്തൊരു പാവാന്നുണ്ടത്. ഇത് വേറൊരു ബ്യൂട്ടീഷ്യൻ ആണ്, കണ്ടില്ലേ? കൊള്ളാം. ബ്യൂട്ടീഷ്യന്റെ പരിപാടി ചട്ടിയിൽ നിന്നും മടിച്ചു കഴിക്കുന്ന ബ്യൂട്ടീഷ്യനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പേരെന്താണ് ആൻജിയുടെ? വാവ്, നൈസ് നെയിം. കൊള്ളാട്ടോ. എവിടെ തൊട്ടടുത്താണോ? ഇവർ രണ്ടിനും ഫ്രണ്ട്സ് ആട്ടോ ഗൈസ്. നെവിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ മോരും വെള്ളം നോക്കട്ടെ. ശരി, കൊള്ളാം. ഗൈസ്, രാവിലെ മുതല് പാവം കഷ്ടപ്പെടുകയാണ് ഈ കിച്ചണിൽ കിടന്നിട്ട്. ഞങ്ങളെല്ലാരും വന്നതോടെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടാക്കി തന്നത്. ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതേപോലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങളെ ഉണ്ടാക്കി തരണം. അതിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ് ഇല്ല. ബിക്കോസ് ഫുഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അല്ലേ? വല്ലപ്പോഴല്ലേ വരുന്നത്.
എന്തു പറ്റി? കുഴപ്പമില്ല. ചേട്ടാ കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ബിന്നി ചേച്ചിയുടെ വീട്ടിൽ ആക്ച്വലി ഒരു ഉച്ചയായിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും ഉച്ചയായിട്ടുണ്ട്. അപ്പം വീണ്ടും ഞാന് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന ലൈക്ക് ആസ് യൂഷ്വൽ കിച്ചണിൽ ചെന്നിട്ട് എന്തെങ്കിലും നോക്കിയതിന് ശേഷം നീക്ക് ഞാൻ ഇവിടെ പറഞ്ഞോണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാം. കാണിച്ചു തരാം ഒരു മിനിറ്റ്. എന്നാ കുഞ്ഞ് സലൂൺ എങ്ങനെയുണ്ട്? വീട്ടിലെ സലൂൺ കണ്ടോ? നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ആ ബിഗ് ബോസ് താരം ബിന്നി സെബാസ്റ്റ്യൻ. ആ ഈ ഉദ്ഘാടനത്തിന്റെ പേയ്മെന്റ് എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ തന്നെ വാങ്ങിച്ചു തരാടി നിനക്ക് ഞാൻ പേയ്മെന്റ്. വാവ്, ഡ്രാക്കുളേനെ പോലെ ഉണ്ടൊന്ന് മാറിക്ക് നോക്കട്ടെ. ഔട്ട്ഫിറ്റ് നോക്കട്ടെ. ഒന്ന് അടി കൂടുതൽ. ഇതെന്താണോ പട്ടി കീറിയേക്കാണോ? നോക്കട്ടെ നോക്കട്ടെ ആ ഫേസ് ഒക്കെ. വാവ് ഗായ്സ്, ഇതേപോലെ ഗ്ലോയിങ് സ്കിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. ഗ്ലോയിങ് സ്കിൻ. ഇതാണ് ബിന്നി. ഒന്ന് കാണിച്ച ശരിക്കുള്ള കോലെന്ന് കാണട്ടെ. ഇത് രസാണ്. പാവം, എന്തോ നിഷ്കളങ്കമായ മുഖം. എന്റെയാണോ ഇന്ത്യയാണോ? അല്ല എന്റെ പിന്നെ നല്ല പോസിറ്റീവ്. അല്ല അതായിരുന്നു കൂടുതൽ ഇത് വന്നോണ്ടത്. എല്ലാ കാര്യം ഓപ്പണായിട്ട് സംസാരിക്കാൻ അതാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ ഇവന്റെ ഇതില് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ഞങ്ങളത് ഇങ്ങനെ പറയുമായിരുന്നു വണ്ടിയിലേക്ക്. എന്ത് നല്ല കൂട്ടുകാരൻ. ഇതേപോലത്തെ കൂട്ടുകാരൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ പറ്റിയിട്ട് നല്ലത് പറയുന്നത്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ആ ശരിയാ. ബിന്നി എന്നെ പറ്റിയിട്ട് രണ്ട് അഭിപ്രായം പറഞ്ഞു ഇതേപോലെ. ഒന്ന് ചോദിച്ചേ. ചോദിക്കും. ഞാൻ ഗായ്സ് ഒരു തള്ളി മറിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കേട്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖം. കുഴപ്പമില്ല, നിങ്ങളോ പറയുന്നില്ല, ഇവരെങ്കിലും പറയട്ടെ. അപ്പൊ ശരി, ഇതേ കണ്ടോ എന്റെ ഫാൻസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഹായ്, പേരെന്താണ്? ആണോ? ഫാനാണോ എന്റെ? ഓ അറിയാമെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണോ? ഷോ ഗായ്സ്, ഇതൊക്കെ നിങ്ങൾ കാണണം, മനസ്സിലായില്ലേ? സ്കിപ്പ് ചെയ്തോട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാ നിങ്ങളുടെ മുമ്പിലേക്ക് ഇവരുടെ സ്നേഹം എത്തിച്ചിരിക്കുന്നത്. അല്ലേ നോബിളിനെ? ആടാ ഇതേ പുള്ളിക്കാരൻ മിന്നിക്ക് വേണ്ടി ഭയങ്കര ഇതായിരുന്നു. അവൾ എന്ന് ഔട്ടായി അന്ന് പോലും നിന്നിലേക്ക് തേക്കാണ്. ആണോ? കണ്ടോ ഈ നിഷ്കളങ്കമായ പാവത്തിന്റെ മുഖം. ഹായ്, ഇനി വേറെ ഒരാൾക്കും വോട്ട് ചെയ്യണ്ടോ? കൊറേ നാളായി ഞാൻ വിളിച്ചു വന്നിട്ട്. അല്ല, എനിക്ക് എന്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പം ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അതങ്ങോട്ട് എടുത്തു കൊടുക്കും. പക്ഷെ നൂബിൻ ചേട്ടനായതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. ബട്ട് ഇതും എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. പക്ഷെ നൂബിൻ ചേട്ടൻ വെച്ച് ഞാൻ എന്തും തരത്തില്ലേ? അങ്ങനെയെല്ലാം കൊടുക്കേ വേണ്ട. അതെ, എന്താ ഇപ്പൊ എന്നെ ആരും മൈൻഡ് ആക്കൂലല്ലോ നിന്റെ ഷർട്ട് ഇട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ. അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം ഗായ്സ്. അയൺ ബോക്സ് ആണ് അവിടെ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? ദേ നിക്കുന്ന ഏറ്റവും വലിയ അയൺ ബോക്സ്. എടി തിരിച്ചു കൊടുക്ക, അങ്ങ് കെട്ടിപ്പിടിക്ക്. അതൊക്കെ ചുളിവ് നേരെ ആവട്ടെ. ഇസ്തിരിപ്പെട്ടി, തേപ്പുകാരി ബിന്നി. ദൈവം ഇതും കൂടിയിട്ട് ഇത് കേക്കാനായിട്ട്. അതെ, ചായം തേക്കാൻ വിരലുകളാൽ ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം. എന്താ അവിടെ കിടന്ന് കാണിച്ചു വിട്ടുന്നത് നോബ്ലിനെ? അപ്പം വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഒരുക്കി തന്ന ആന്റീനെ കണ്ടോ? എന്ത് പഞ്ചപാവാണ്. എടി ഇനി മമ്മീനെ പറ്റി രണ്ട് നല്ല വാക്ക് പറ. കൊറേണ്ട്. എങ്ങനെയുണ്ട് കറികൾ? എടാ, എങ്ങനെയുണ്ട്? ഇത് എന്റെ വീട്, എന്റെ മമ്മി ഉണ്ടാക്കുന്ന കറി. നീ ഇന്റർവ്യൂ എടുക്കുന്ന കേട്ടത് നിന്റെ വീട്. സോറി ഗൈസ്, പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് തെറ്റിദ്ധരിച്ചു. ഓക്കെ, അപ്പോ
ഇനി ഇടക്കിടക്ക് ഞാൻ ഇവിടെ വരുന്നതായിരിക്കും അറ്റ്ലീസ്റ്റ് ചിക്കൻ കറിയെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട്. സോ ദിസ് ഇസ് നവിൻ കപ്രീഷ് നമ്മൾ സാധനം ഡിസിൽവ മാത്താങ്കരി. See you next video. Bye.